സെക്രട്ടേറിയറ്റിന് മുന്നിൽ ദിവസങ്ങളായി സമരത്തിലായിരുന്ന CPO റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾ അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നത് തടഞ്ഞുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും പ്രവർത്തകർ ഇടപെട്ടത്. അത് വലിയ സംഘർഷത്തിലേക്ക് പോകുന്നു. പോലീസുമായി വലിയ വാക്കുതർക്കമുണ്ടാകുന്നു. ഇടയ്ക്ക് ആ പ്രകോപനത്തിൽ ഉന്തുന്തള്ളിനിടയിൽ പോലീസ് ലാത്തി വീശുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ നേതാക്കൾ പോലീസുമായി കയർക്കുന്നത് കാണാം. CPO റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികൾ, നിയമനം കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ, അവരുടെ നിയമനം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള വലിയ സമരം കഴിഞ്ഞ കുറേ നാളുകളായി അവരുടെ അംഗങ്ങൾ ഉൾപ്പെടെ ആറ്റുകാൽ പൊങ്കാല ദിവസം പൊങ്കാലയിട്ടും ശയനപ്രദക്ഷിണം നടത്തിയും മുട്ടിലിഴിഞ്ഞുമൊക്കെ പല വിധത്തിൽ അവർ ദിവസങ്ങളായി മാസങ്ങളായി തുടരുന്ന സമരമാണ്. ആ സമരത്തിൻ്റെ ഭാഗമായിരുന്ന ഉദ്യോഗാർത്ഥികളെ റോഡ് ഉപരോധിക്കുകയും അവരെ അവിടെ നിന്ന് കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് ശ്രമിക്കുകയും ചെയ്തിരുന്നു. അവരുമായി പോലീസ് വാഹനം പോകാൻ തുടങ്ങുമ്പോഴാണ് തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്ന നിരാഹാര സത്യാഗ്രഹ സമരത്തിൻ്റെ ഭാഗമായിരുന്ന KSU യൂത്ത് കോൺഗ്രസ് നേതാക്കളും പ്രവർത്തകരും ഈ ബസ് തടയുന്നത്, പോലീസ് ബസ് തടയുന്നത്. ഇതാണ് ഇപ്പോഴത്തെ സംഘർഷത്തിന് സാഹചര്യം. അഖിൽ ചാൻസർ തുറന്നുണ്ട്. അഖിൽ, അതിൽ രാഹുൽ മാങ്കൂട്ടത്തിലും അതുപോലെ തന്നെ അലോഷ്യസ് സേവ്യറിനെയും ഉൾപ്പെടെ പോലീസ് പിടിച്ചു തള്ളുന്ന വലിയ ഉന്തും തള്ളലിലേക്ക് പോകുന്ന കാഴ്ച. പോലീസ് വീണ്ടും ലാത്തി വീശിയിരിക്കുകയാണ്. പോലീസ് വീണ്ടും ഇത്തരത്തിൽ പ്രകോപനമുണ്ടായതിനെ തുടർന്ന് വീണ്ടും പോലീസ് ലാത്തി വീശിയിട്ടുണ്ട്. എന്നാലും നേതാക്കൾ ഉൾപ്പെടെ വലിയ പ്രതിഷേധം പ്രകടിപ്പിക്കുന്നുണ്ട്. അതായത് ഇത്തരത്തിൽ ഇത്രയധികം ദിവസം 10-24 ദിവസമായി പ്രതിഷേധം, അതായത് ഇവരുടെ പ്രതിഷേധം തലസ്ഥാന നഗരിയിൽ നടക്കുന്നു. ഇതുവരെ സർക്കാർ അക്കാര്യത്തിൽ ഒരു ഇടപെടലും നടത്തിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഉന്നയിച്ചുകൊണ്ട് തന്നെയായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസമായി CPO ഉദ്യോഗാർത്ഥികൾ ഇവിടെ പ്രതിഷേധിക്കുന്നത്. എന്നാൽ ആ പ്രതിഷേധത്തിന് സർക്കാർ ഒരു വിലയും നൽകിയില്ല എന്നുള്ളൊരു ആരോപണമാണ് ഈ CPO ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടായത്. അത് വിവിധ രാഷ്ട്രീയ മേഖലയിലെ വിവിധ മേഖലയിലുള്ള നേതാക്കൾ ഉൾപ്പെടെ ഇവിടെ എത്തുകയും അവർക്കുള്ള പിന്തുണ അറിയിക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ഇന്നിപ്പോൾ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളും അതുപോലെ തന്നെ KSUവിൻ്റെ നേതാക്കളും ഉൾപ്പെടെ ഈ സെക്രട്ടേറിയറ്റിന് സമീപം നടക്കുന്ന ഇവരുടെ പ്രതിഷേധത്തിലെത്തുകയും അവർക്ക് എല്ലാവിധ പിന്തുണയും അർപ്പിച്ചിരുന്നു. നമ്മളോട് നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉൾപ്പെടെ നമ്മളോട് സംസാരിച്ചിരുന്നതാണ്. അതിന് പിന്നാലെയാണ് ഇവരെ മാറ്റാനുള്ള ഒരു ശ്രമം. അതായത് ഈ ഉദ്യോഗാർത്ഥികളെ മാറ്റുവാണ്. എന്നെ എടുക്കാൻ പിടിച്ചിട്ടുണ്ട്. ഞങ്ങൾ അടിച്ചാൽ പറയാൻ ഞങ്ങൾക്കറിയാം. എന്നെ എടുക്കാൻ പിടിച്ചിട്ടുണ്ട്. എന്നെ എടുക്കാൻ പിടിച്ചു. എന്നെ എടുക്കാൻ പിടിച്ചു. ഞാൻ പിടിച്ചു പറഞ്ഞില്ല സാറ്. നിങ്ങൾ ആരും ഒന്നും ചെയ്തില്ലല്ലോ. നിങ്ങൾ മാറിയേക്കും. നിങ്ങളെ കൊണ്ട് പറ്റില്ലല്ലോ. നിങ്ങളെ ഉദ്യോഗസ്ഥരെ നിങ്ങൾക്ക് കീപ്പ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ മാറിയേക്കും. ആരും ഞങ്ങൾക്കറിയാം. സെക്രട്ടേറിയറ്റിന് മുന്നിലെ CPO ഉദ്യോഗാർത്ഥികളുടെ സമരം ദിവസങ്ങളായി നടക്കുന്നതാണ്. ആ സമരത്തിൽ ഉണ്ടായിരുന്ന ഉദ്യോഗാർത്ഥികൾ, റാങ്ക് ലിസ്റ്റിലുള്ളവർ റോഡ് ഉപരോധിച്ച് സമരത്തിലേക്ക് കടന്നു. അവിടെ പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിച്ചു. തുടർന്ന് KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആ പോലീസ് ബസ് തടയുകയായിരുന്നു. തടഞ്ഞതിനെ തുടർന്നാണ് ഈ സംഘർഷത്തിലേക്ക് പോകുന്നത്. ഇടയ്ക്ക് പോലീസ് ലാത്തി വീശി അതിൽ പ്രവർത്തകരുടെ തലയ്ക്കുൾപ്പെടെ അടിച്ചു എന്നതാണ് ഇപ്പോഴത്തെ ആക്ഷേപം. അഖിൽ ചാൻസർ തുടരുന്നുണ്ട്. അഖിൽ, ഈ പ്രവർത്തകരെ നിയന്ത്രിക്കാനോ അല്ലെങ്കിൽ അവരെ എവിടെ നിന്ന് നീക്കാനോ കഴിയുന്ന തരത്തിലൊരു പോലീസ് ഫോഴ്സ് അവിടെ ഇല്ലേ? തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. CPO ഉദ്യോഗാർത്ഥി സമരത്തിലായിരുന്നു അവിടെ ദിവസങ്ങളായി. ആ സമരത്തിന്റെ ഭാഗമായി അവർ റോഡ് ഉപരോധിച്ച് ഉദ്യോഗാർത്ഥികളെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ തടസ്സമുന്നയിച്ചത്. അവർ പോലീസ് വാഹനം തടഞ്ഞു.
അഖിൽ ചാൻസാറുണ്ട്. അഖിൽ, കൂടുതൽ പോലീസ് ഫോഴ്സ് എത്തുന്നുണ്ടോ? എണ്ണത്തിൽ താരതമ്യേന ഈ അവരെ അവിടെ നിന്ന് നീക്കാൻ കഴിയുന്ന തരത്തിലുള്ള പോലീസ് സംഘം അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിലെ CPO ഉദ്യോഗാർത്ഥികളുടെ സമരത്തിൽ അവരുടെ ഉപരോധ സമരം, റോഡ് ഉപരോധത്തിനെ തുടർന്നാണ് പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമിച്ചത്. തുടർന്നാണ് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള നീക്കം തടഞ്ഞുകൊണ്ട് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ അവിടേക്ക് എത്തുന്നത്. പോലീസ് വാഹനം തടഞ്ഞു. തുടർന്ന് ഉന്തും തള്ളുമുണ്ടാകുന്നു. പോലീസുമായി വാക്കുതർക്കം. അതിനിടയിൽ പോലീസ് ലാത്തി വീശി പ്രവർത്തകരുടെയും നേതാക്കളുടെയും തലക്കുൾപ്പെടെ അടിയേറ്റുന്നതാണ് ആക്ഷേപം. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ, KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ ഉൾപ്പെടെയുള്ള ആളുകൾ ആ സമരത്തിന്റെ ഭാഗമായി നേരത്തെ തന്നെ നിരാഹാര സത്യാഗ്രഹത്തിന്റെ ഭാഗമായി സെക്രട്ടേറിയറ്റിന് മുന്നിലുണ്ടായിരുന്നു. അവരാണ് ഈ CPO സമരത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് ഐക്യദാർഢ്യവുമായി എത്തിയത്. നിലവിൽ അല്പസമയമായി പോലീസുമായി അവിടെ വാക്കുതർക്കം തുടരുകയാണ്. അഖിൽ ചാൻസാറുണ്ട്. അഖിൽ, ഈ പ്രവർത്തകരെ അനുനയിപ്പിക്കാനോ അവിടെ നിന്ന് നീക്കുവാനോ സാധിക്കുന്ന ഒരു നിലയില്ലേ? ഗോകുൽ, അതിനുള്ള ശ്രമത്തിലാണ് പോലീസ്. കഴിഞ്ഞ കുറച്ചു നേരമായി നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ പോലീസിന്റെ ഒരു വലിയൊരു ഇടപെടൽ ഈ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി നടന്നിട്ടുണ്ട്. അതായത് CPO ഉദ്യോഗാർത്ഥികൾ വൈകിട്ട് മുതലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധത്തിൽ ഗോകുൽ, അത്തരത്തിൽ തന്നെയാണ്. അതായത് പോലീസ് അതിലൊരു തീരുമാനമുണ്ടാക്കാനായി ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് നേതാക്കളും അതുപോലെ തന്നെ KSUവിന്റെ നേതാക്കളും ഉൾപ്പെടെ ഇവിടെ നിന്ന് പിരിഞ്ഞു പോകാനുള്ള ഒരു തയ്യാറാകുന്നില്ല. അത് അവരുടെ പ്രതിഷേധമാണ്. അതായത് അത് ഈ CPO ഉദ്യോഗാർത്ഥികൾക്ക് ഉള്ള അവരുടെ ഐക്യദാർഢ്യമാണ്. ഇത്തരത്തിൽ അവർ ഈ തുടരുന്നൊരു പ്രതിഷേധം നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെയാണ്. അതായത് ഈ CPO ഉദ്യോഗാർത്ഥികൾ ഈ റോഡ് വളഞ്ഞ് പ്രതിഷേധിക്കുന്നുണ്ടായിരുന്നു. അത് വലിയ ഗതാഗത തടസ്സത്തിനൊക്കെ കാരണമായിരുന്നു. അതായത് MG റോഡാണ്, അത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ റോഡാണ്. അത് മുഴുവൻ തടഞ്ഞുകൊണ്ടായിരുന്നു ഇവരുടെ പ്രതിഷേധം. ആ പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമം നടത്തുന്നു. എന്നാൽ ആ ശ്രമം അത് ആദ്യഘട്ടത്തിൽ ഇവർ തടയാൻ ശ്രമിക്കുന്നു. പക്ഷേ ഒരു വണ്ടിയിൽ കുറച്ച് ഉദ്യോഗാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞു. അതിന് പിന്നാലെയാണ് ഈ യൂത്ത് കോൺഗ്രസ് നേതാക്കളും അതുപോലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലും പ്രശ്നങ്ങളില്ല എന്ന് പറഞ്ഞിട്ട് KSU ബസ്സിനെ അടിച്ചു, എന്നെ ഒരുത്തിന് അടിച്ചു. ഞാൻ ചോദിച്ചോട്ടെ, ഹെൽമെറ്റ് വെച്ചിട്ട്, മോട്ടോർ ഹെൽമെറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് പോലീസ് ജോലി ചെയ്യുന്നത്? എങ്ങനെയാണ് ചെയ്യുന്നത്? ഏത് ലോയുടെ അടിസ്ഥാനത്തിലാണ് അത് ആക്ഷൻ എടുക്കുമോ? അതായത് നെയിം ബോർഡില്ല, മോട്ടോർ ഹെൽമെറ്റ് വെക്കാനോ? മോട്ടോർ ഹെൽമെറ്റ് ആകാശത്തുനിന്ന് വരുന്നല്ലോ. അതിനുശേഷം എവിടെ മുഖത്തടിച്ചു. KSU ബസിന്റെ തലക്കടിച്ചു. ഞങ്ങൾ മാറ്റം വന്നതല്ലേ? നോക്ക്, ഇപ്പോഴും ഉണ്ടല്ലോ. എവിടെ ആ മോട്ടോർ വാഹനത്തിന് കൊണ്ട് ആ ഹെൽമെറ്റ് വെച്ചോ? നിങ്ങൾ ആ ക്യാമറ ഒന്ന് പറഞ്ഞേ. ആ ഹെൽമെറ്റ് വെച്ചിട്ട് എങ്ങനെയാണ് പറഞ്ഞത്? ഈ റാങ്ക് ഹോൾഡേഴ്സിന്റെ പേര് കേസ് ഉണ്ടാകാൻ പാടില്ല. അതില്ലല്ലോ, അത് ഉറപ്പാണല്ലോ. പിന്നെ ആ മോട്ടോർ വാഹനത്തിന് ബൈക്ക് ഓടിക്കാനല്ല അവൻ ഇറങ്ങിയത്. ബൈക്ക് ഓടിക്കുന്ന ഹെൽമെറ്റ് വെച്ച് കൊടുക്കണം. അവരെ നോക്കണം. രണ്ടുപേര് AC പറഞ്ഞത് ഞങ്ങളുടെ സൗകര്യം അത് നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. ഞങ്ങൾക്ക് ഇനിയും തല്ലുള്ള ഒരു പടിയില്ല. AC ഇപ്പോൾ പറയുന്നത് അവരുടെ പേരിൽ കേസില്ല, നിങ്ങളുടെ ഫ്യൂച്ചറിനെ അഫക്റ്റ് ചെയ്യുന്ന തരത്തിൽ ഒരു കേസുമില്ല എന്ന് AC പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളൂടെ പറഞ്ഞാൽ നമ്മളിവിടെ അവസാനിപ്പിക്കും.
അതല്ലെങ്കിൽ നമ്മളിത് കണ്ടു നിങ്ങൾക്ക് അത്രേ ഉള്ളല്ലോ, വേറെ ഇല്ലല്ലോ, വേറെ ഒന്നുമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എ സി ഇതിൽ ഒരാളുടെ പേര് കേസുണ്ടാകാൻ പാടില്ല, അവർ സമരം തുടരും. അതുപോലെ തന്നെ ഞങ്ങളുടെ ബൈക്ക് ഹെൽമെറ്റ് വെച്ചോണ്ട് വന്നവരെ ഞങ്ങൾ അവന്റെ ഫുൾ ഡീറ്റെയിൽസ് തരാം. അവന്റെ ഫോട്ടോ ഉണ്ടല്ലോ, പിടിച്ചു മാറ്റാൻ വന്നവരാ. ഞങ്ങൾ ഈ സമരത്തിൽ പ്രത്യക്ഷത്തില്ല. ഞാൻ പറയാം 3 ദിവസം എന്നെ ഒരാൾ അടിക്കാൻ പിടിച്ചു. AC പറഞ്ഞിട്ട് ഇടപെട്ടെ. എന്നെ എടുത്ത് അടിച്ചു. ഞാൻ 3 ദിവസമായിട്ട് നിരാഹാര. ഒരുത്തൻ എന്നെ അടിച്ചു. KSU പ്രസിഡന്റിനെ 3 ദിവസമായിട്ട് നിരാഹാര. അവന്റെ തലക്കടിച്ചു. AC വിളിച്ചിട്ട് ഞങ്ങൾ വന്നേ പ്രശ്നം പറഞ്ഞു തീർക്കാൻ. അപ്പൊ അതുകൊണ്ട് ആ കുട്ടികളുടെ പേര് കേസുണ്ടാകാൻ പാടില്ല. ഞങ്ങൾ പറഞ്ഞ പരാതിയിൽ നടപടി ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ നമ്മൾ വിളിച്ചോടെ നമ്മുടെ CPO ഉദ്യോഗാർത്ഥികൾ റോഡ് ഉപരോധിക്കുകയായിരുന്നു. അവർക്കെതിരെ കേസെടുക്കില്ല എന്ന ഉറപ്പിൻ പുറത്താണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ പിൻവാങ്ങുന്നത്. അവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമത്തിനെ തടഞ്ഞുകൊണ്ടാണ് KSU യൂത്ത് കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ടത്. അത് പിന്നീട് സംഘർഷത്തിലേക്ക് പോവുകയായിരുന്നു. അതിനിടെ പോലീസുകാരിൽ ചിലർ ഞങ്ങളൊരു വലിയ വിഷയത്തിൽ സിദ്ധാർത്ഥന് നീതി വേണമെന്ന് പറഞ്ഞ് കഴിഞ്ഞ 3 ദിവസമായിട്ട് നിരാഹാരം, അനിശ്ചിതകാല നിരാഹാരം ആരംഭിച്ച ആളുകളാണ്. ഞങ്ങൾ സമരപന്തലിരിക്കുമ്പോൾ ഈ കുട്ടികൾ റോഡിലിറങ്ങി സമരം ചെയ്തു. ഞങ്ങളുടെ ആഹ്വാനപ്രകാരമല്ല. അവർക്ക് കഴിഞ്ഞ 24 ദിവസമായി അവർ ന്യായമായി അവരുടെ സമരമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കേരളം പോലെ വേറെ ഏതെങ്കിലും ഈ ലോകത്തിലൊരു സംസ്ഥാനമുണ്ടോ? എഴുത്തു പരീക്ഷ 2 പാസ്സായി, പ്രിലിംസും മെയിൻസും. കായികക്ഷമത പരീക്ഷ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവർ നമ്മുടെ മുന്നിൽ തൊഴിലിന് വേണ്ടി യാചിക്കുക. അവർ ഭിക്ഷ എടുത്തില്ലേ? നിങ്ങളുടെ മുന്നിൽ റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികളുടെ സമരം കഴിഞ്ഞ കുറേ ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ പുരോഗമിക്കുകയായിരുന്നു. അവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ റോഡ് ഉപരോധിച്ച ഘട്ടത്തിലാണ് പോലീസ് അവരെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിച്ചത്. തുടർന്നാണ് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ അറസ്റ്റ് ചെയ്ത് നീക്കുന്നത് തടസ്സപ്പെടുത്തുകയും അതിനിടയിൽ തടസ്സം നിൽക്കുകയും ചെയ്തു. തുടർന്നാണ് സംഘർഷത്തിലേക്ക് പോയത്. ഇപ്പോൾ ഏതായാലും CPO ഉദ്യോഗാർത്ഥികൾക്കെതിരെ കേസെടുക്കില്ല എന്ന പോലീസിന്റെ ഉറപ്പിന്മേൽ അവർ പിൻവാങ്ങുകയാണ്. ഇപ്പോൾ കിട്ടിയ തുടരും ഇടവേളയ്ക്ക് ശേഷം. ഇപ്പോൾ കിട്ടിയതിലേക്ക് വീണ്ടും. കോഴിക്കോട് കക്കയത്ത് കാട്ടുപോത്ത് ആക്രമണത്തിൽ കർഷകൻ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധം ശക്തം. താമരശ്ശേരി ബിഷപ്പ്മാർ റെമിജിയോസ് സിഞ്ചനാനിയൽ ഫോറസ്റ്റ് ഓഫീസ് ഉപരോധത്തിൽ പങ്കെടുക്കുകയാണ്. സ്ത്രീകളടക്കം വൻ ജനക്കൂട്ടമാണ് കക്കയം ഫോറസ്റ്റ് ഓഫീസ് ഉപരോധിക്കുന്നത്. കക്കയത്ത് നിന്ന് രാഹുൽ സുരേഷ് ചേരുന്നുണ്ട്. രാഹുൽ, അവിടെ ആ പ്രതിഷേധം അങ്ങനെ തുടർന്നു പോവുകയാണോ? അവിടെ ചർച്ചകൾ എന്തെങ്കിലും, ഈ അനുനയ ചർച്ചകൾ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ഗോകുൽ, അനുനയ ചർച്ചകളുടെ വാതിലുകൾ അടഞ്ഞതിന് പിന്നാലെയാണ് ഇപ്പോൾ പ്രതിഷേധം വലിയ രീതിയിൽ ശക്തമാകുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ കക്കയം ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ നിരവധി ആളുകളാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. താമരശ്ശേരി ബിഷപ്പായിട്ടുള്ള മാർ റെമിജിയോസ് സിഞ്ചനാനിയിൽ കൂടി ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. അദ്ദേഹം തുടർ സമരങ്ങളെ സംബന്ധിച്ചിപ്പോൾ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. നിലവിൽ നടത്തിയ 3 ചർച്ചകളും പരാജയമാണെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിനാൽ തന്നെ ഈ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ താമസിക്കുകയാണ്. ഇന്ന് വൈകിട്ട് 4 മണിക്കായിരുന്നു അബ്രഹാമിന്റെ സംസ്കാര ചടങ്ങുകൾ നിശ്ചയിച്ചിരുന്നത്. പക്ഷേ സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട ഉറപ്പുകൾ നൽകാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ വൈകുന്നത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ താമരശ്ശേരി ബിഷപ്പ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇവിടുത്തെ ആളുകളെ കണ്ട് അദ്ദേഹം സംസാരിക്കും. അതിനുശേഷം ഇനി എന്താണ് അടുത്ത തുടർ സമരം? ഇപ്പോൾ ആ പ്രതിഷേധക്കാരുടെ പ്രസംഗത്തിലേക്ക് കൂടി നമുക്ക് പോകാം. ആ പണി ഇവിടെ വേണ്ട എന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ഇനി ഒരു വന്യമൃഗം പോലും ഈ മലയോര മണ്ണിലേക്ക്, പണിയെടുക്കുന്നവന് കൃഷിത്തോട്ടങ്ങളിലേക്ക്, വീട്ടുപറമ്പിലേക്ക് വരരുത്. അതിനെന്ത് ചെയ്യണമോ അത് ചെയ്യാൻ ഇവിടെയുള്ള സർക്കാരും വനവകുപ്പും മെനക്കെടണം, പണിയെടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. എന്തുകൊണ്ടാണ് ഈ വന്യമൃഗങ്ങൾ ഈ നാട്ടിലേക്ക് ഇറങ്ങുന്നത്? അതൊറ്റ കാരണമേ ഉള്ളൂ, മനുഷ്യനോടുള്ള സ്നേഹം കൊണ്ടല്ല, പിന്നെയോ അവയ്ക്ക് തീറ്റയും വെള്ളവും ഇല്ലാത്തത് കൊണ്ടാണ്. എന്തുകൊണ്ട് വനംവകുപ്പ് ഇത്രയും കാലമായിട്ടും അതിനുള്ളൊരു സംവിധാനം ഈ കാടുകളിൽ ഒരുക്കിയില്ല? അതാണ് ചോദ്യം. നികുതി പണം കൊണ്ട് ശമ്പളം വാങ്ങുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥര് ഇനിയെങ്കിലും വേർപ്പുള്ള നെറ്റിവീഴുന്ന കീഴിൽ പണിയെടുത്താൽ ഒരൊറ്റ ഈ മണ്ണിലേക്ക്, മലയോര കർഷകന്റെ മണ്ണിലേക്ക് വരില്ല എന്നത് ഉറപ്പാണ്. അതുകൊണ്ട് ഇതൊരു താക്കീതിന്റെ സ്വരമായി തിരിച്ചറിഞ്ഞുകൊണ്ട് വേണ്ട നടപടികൾ ഉടനടി ചെയ്യും. രാഹുൽ സുരേഷ് തുടരുന്നുണ്ട്. രാഹുൽ, ബിഷപ്പ് തന്നെ നേരിട്ടെത്തുകയാണ് സമരത്തിലേക്ക്. ഇനി സംസ്കാര ചടങ്ങുകളിലൊക്കെ എന്ത് തരത്തിലുള്ള ഉറപ്പുകൾ അല്ലെങ്കിൽ എന്തൊക്കെ ആവശ്യങ്ങളാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്?
ഒരു അവസരമാണിത്. അഭിമന്യ പിതാവ് ഗോകുൽ നിലവിൽ സൂചിപ്പിച്ച പോലെ തന്നെ കുടുംബത്തിലെ ഒരാൾക്ക് സർക്കാർ ജോലി, അതോടൊപ്പം കുടുംബത്തിന് 50 ലക്ഷം രൂപ നൽകുക, ഈ കക്കയത്തെ വിവിധയിടങ്ങളിൽ ഇറങ്ങിയിട്ടുള്ള വന്യമൃഗങ്ങളെ തുരത്താൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുക, വനാതിർത്തിയിൽ ഇലക്ട്രിക് ഫെൻസിംഗ് സ്ഥാപിക്കുക തുടങ്ങി 5ഓളം ആവശ്യങ്ങളാണ് ഇവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇതിൽ 5 കാര്യങ്ങളിലും യാതൊരു നടപടിയും യാതൊരു പോസിറ്റീവായ റെസ്പോൺസും ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിൽ ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുള്ള 10 ലക്ഷം രൂപ നൽകാമെന്ന വാഗ്ദാനം മാത്രമാണ് നിലവിലുള്ളത്. അതിൽ 5 ലക്ഷം രൂപ അടിയന്തരമായി നൽകാമെന്നും ബാക്കി സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കുന്ന പക്ഷം ബാക്കി 5 ലക്ഷം രൂപ നൽകാമെന്നുമാണ് ജില്ലാ ഭരണകൂടവും കളക്ടറും അറിയിച്ചിട്ടുള്ളത്. പക്ഷേ അതിന് ഇവർ തയ്യാറായിട്ടില്ല. ഈ 5 ആവശ്യങ്ങളിൽ മുഴുവനായും അംഗീകരിക്കണമെന്നും അതിൽ രേഖാമൂലമായ ഉറപ്പുകൾ നൽകണമെന്നുമാണ് നിലവിൽ ഈ നാട്ടുകാരുടെയും കുടുംബാംഗങ്ങളുടെയും ആവശ്യം. ഇപ്പോൾ തന്നെ അബ്രഹാമിന്റെ കുടുംബാംഗങ്ങളും, അതായത് ഇബ്രാഹിമിന്റെ ഭാര്യയായ ആവശ്യങ്ങളിൽ അനുഭവപൂർവമായ നടപടികൾ തീരുമാനമുണ്ടാവാതെ പിരിഞ്ഞു പോകില്ല എന്ന തരത്തിലാണ് കക്കയത്തെ ജനങ്ങളുടെ നിലപാട്. അവർ പ്രതിഷേധം തുടരുകയാണ് ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ. നമ്മുടെ നേതാവ്, നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ്, അദ്ദേഹത്തെ ഏറെ സ്നേഹപൂർവ്വം ഈ പ്രതിഷേധ റാലിയിലേക്ക്, ധർണയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഒരുപാട് കർഷക നേതാക്കളുണ്ട്. കക്കയം ഫോറസ്റ്റ് ഓഫീസിന് മുന്നിലാണ് ഉപരോധ സമരം തുടരുന്നത്. വലിയ ജനക്കൂട്ടമാണുള്ളത്. താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയോ സിഞ്ചനാനിയലിന്റെ നേതൃത്വത്തിലാണ് ഫോറസ്റ്റ് ഓഫീസിന് മുന്നിലെ പ്രതിഷേധം. നിരവധി ആവശ്യങ്ങൾ അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. കുടുംബത്തിൽ ഇന്നലെ കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അബ്രഹാമിന്റെ കുടുംബത്തിൽ ഒരാൾക്ക് ജോലി, 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം തുടങ്ങി നിരവധി ആവശ്യങ്ങൾ. ആ പ്രദേശത്ത് ഇറങ്ങിയിരിക്കുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ച് കൊല്ലണമെന്ന അടക്കമുള്ള ആവശ്യങ്ങളിൽ അനുഭാവപൂർവമായ തീരുമാനമില്ലാത്തതിനാലാണ് സംസ്കാരം പോലും നടത്താതെ ഇപ്പോൾ പ്രതിഷേധം അവിടെ തുടരുന്നത്. ഇപ്പോൾ തുടരും ഇടവേളയ്ക്ക് ശേഷം. തിരികെ വാർത്തകളിലേക്ക്. ഇനി ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വീണ്ടും സംഘർഷ സാഹചര്യമാണ്. അവിടെ CPI ഉദ്യോഗാർത്ഥികളുടെ സമരം അത് റോഡ് ഉപരോധത്തിലേക്ക് കടന്നപ്പോൾ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ ഇടപെടുകയും അവരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമത്തെ നേതാക്കൾ തടയുകയും ചെയ്തിരുന്നു. അവിടെ പോലീസുമായി ഉന്തുതള്ളുമുണ്ടായിരുന്നു. അവിടെ ഇപ്പോൾ വീണ്ടും പോലീസുമായി തർക്കമാണ്. അഖിൽ ഷാൻസാറുണ്ട്. അഖിൽ, എന്താണ് വീണ്ടും ഒരു തർക്കത്തിലേക്ക് പോകാൻ കാരണം? തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് പോലീസ്. അല്പം മുമ്പ് ഉന്തും തള്ളും സംഘർഷവും ചെറിയ തോതിലുള്ള ലാത്തിചാർജ് വരെ ഉണ്ടായിരുന്നു. അതിനുശേഷം ACPയുമായി രാഹുൽ മങ്കുട്ടത്തിൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ ചർച്ച നടത്തുകയും CPI ഉദ്യോഗാർത്ഥികൾക്കെതിരെ കേസെടുക്കില്ല എന്ന ഉറപ്പിന് മേൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പിൻവാങ്ങുകയും ചെയ്തിരുന്നു. ഇപ്പോൾ വീണ്ടും തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്നുള്ള പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. CPO ഉദ്യോഗാർത്ഥികളുടെ സമരം അവിടെ ദിവസങ്ങളായി തുടരുകയാണ്. ആ സമരത്തിൻ്റെ ഭാഗമായി ഉദ്യോഗാർത്ഥികൾ MG റോഡ് ഉപരോധിച്ചു. വലിയ ഗതാഗത തടസ്സമുണ്ടായ ആ ഉദ്യോഗാർത്ഥികളെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ പോലീസ് ശ്രമിച്ചു. പോലീസ് വാഹനത്തിലേക്ക് ആ ഉദ്യോഗാർത്ഥികളെ കയറ്റുമ്പോൾ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ ഇടപെടുകയും അവർ ആ ബസ് തടഞ്ഞിടുകയും ചെയ്തു. തുടർന്ന് പോലീസും യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളും തമ്മിൽ തർക്കവും വലിയ വാക്കേറ്റവും ഉണ്ടായി. അതിനിടയിൽ ലാത്തിചാർജ് നടന്നു. ഇതിൽ പ്രതിഷേധിച്ച് അവർ കൂടുതൽ ശക്തമായി മുദ്രാവാക്യം മുഴക്കുകയും പോലീസിന് നേരെ കയർക്കുകയും ചെയ്തു. അവസാനം ACP ഇടപെട്ടാണ് സാഹചര്യങ്ങൾ ഒരു സമാധാനപരമായി അവസാനിപ്പിച്ചത്. പക്ഷേ വീണ്ടും ഇപ്പോൾ അവിടെ തർക്കമുണ്ടാകുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംഘർഷം സാഹചര്യം തുടരുകയാണ്. ഇതോടെ ഇപ്പോൾ കിട്ടിയത് പൂർണ്ണമാകുന്നു. ഇനി 100 ന്യൂസിന്റെ സമയം. കീർത്തന കേശവനെത്തും. നമസ്കാരം.